ഇന്ന് ഉയർപ്പുകാലം 3-ാം ഞായർ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം നിന്ന് അധ്യായം 3 പത്രോസിൻ്റെ പ്രസംഗം. രണ്ടാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 2 വാക്യം 1 മുതൽ 5 വരെ. നമ്മുടെ മധ്യസ്ഥൻ നീതിമാനായ യേശുക്രിസ്തു. സുവിശേഷം വിശുദ്ധ ലൂക്കായുടേത് അധ്യായം 24 വാക്യങ്ങൾ 35 മുതൽ 48 വരെ യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം അനുസരിച്ച് 3 രീതിയിൽ നമുക്ക് ഉദ്ധിതനെ കണ്ടുമുട്ടാൻ സാധിക്കും. ആദ്യത്തേത്, നമ്മുടെ കുറവുകളിലൂടെ നമുക്കവനെ കണ്ടെത്താം എന്നതാണ്. അവനിൽ വിശ്വസിക്കാൻ, അവൻ്റെ മുറിവുകളിലേക്ക് നോക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ഈ ഒരു ധൈര്യം നമുക്കും ഉണ്ടാകണം. നമ്മളൊന്ന് നമ്മുടെ തന്നെ മുറിവുകളിലേക്കും ബലഹീനതകളിലേക്കും നോക്കിയാൽ അതിൻ്റെ പിന്നിലെ ദൈവീയ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം മുറിവേറ്റവനാണ് ഉദ്ധിതൻ. എല്ലാ ബലഹീനതകളിലും ദൈവം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന നമ്മുടെ മുറിവുകളിലൂടെ നോക്കിയാൽ മാത്രമേ ഉദ്ധിതനെ നമുക്കും കാണുവാൻ സാധിക്കൂ. രണ്ടാമത്തത് സൗഹൃദത്തിൻ്റെ വഴിയാണ്. യേശു ശിഷ്യരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. വിരുന്ന് ഇഷ്ടപ്പെട്ടവനാണ് അവൻ. കാരണം അവനറിയാം ഭക്ഷണമേശയ്ക്ക് സൗഹൃദത്തെയും വിശ്വാസത്തെയും ആത്മബന്ധത്തെയും വളർത്താൻ സാധിക്കും. സൗഹൃദത്തിൻ്റെ നിറവിൽ മാത്രമേ ഉദ്ധിതനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. കൂട്ടായ്മയിൽ മാത്രമാണ് അവൻ എന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സഭ എന്ന സൗഹൃദത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അവിടെയാണ് ഉദ്ധിതൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുക. മൂന്നാമത്തെ മാർഗം തിരുവെഴുത്തുകൾ മനസ്സിലാക്കുക എന്നതാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. വചനം വായിച്ചാൽ പോരാ, ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഗ്രഹിക്കണമെങ്കിൽ നല്ല ഒരു മനസ്സുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഉദ്ധിതനെയും അനുഭവിക്കാൻ സാധിക്കൂ. അടഞ്ഞ മാനസങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാനാകില്ല. ഗ്രഹിച്ചാൽ മാത്രമേ വ്യാഖ്യാനമുണ്ടാകുകയുള്ളൂ. വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഉദ്ധിതനെ നമുക്ക് പ്രഘോഷിക്കാനും സാധിക്കൂ. പ്രഘോഷണം എപ്പോഴും പാപമോചനത്തിൻ്റേത് ആയിരിക്കണം, അടിമത്തത്തിൻ്റേതാകരുത്. കാരണം ഉദ്ധാനം സ്വതന്ത്രമാണ്, അടിമത്തമല്ല. അങ്ങനെ പ്രഘോഷിക്കണമെങ്കിൽ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിശബ്ദമായി നമ്മൾ ഇരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഉന്നതത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് നല്ല മാനസത്തോടെ പാപമോചനം പ്രഘോഷിക്കുക എന്നാണ് ഓരോ ക്രൈസ്തവനും നൽകപ്പെട്ടിരിക്കുന്ന പ്രഥമ കർത്തവ്യം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കും ദാനങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.